ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC പാഠശാല. സോ ഇംഗ്ലീഷ് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ക്ലാസ് സെഷനാണിത്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC വളരെ റീസെൻ്റ് ആയി ചോദിച്ചിട്ടുള്ള ചില സിനോണിംസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അവയുടെ സൊല്യൂഷൻസുമാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഓരോ സ്ലൈഡിലുമുള്ള ചോദ്യങ്ങൾ നിങ്ങളും ഇതോടൊപ്പം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കൂ. അതിനുശേഷം ഫൈനലി എത്ര ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിച്ചത് എന്നത് കമൻറ്റ് സെഷനിലൂടെ അറിയിക്കൂ. എനിവേ, ലെറ്റ്സ് സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്മൽ എന്നുള്ളതിന് സമാനമായ അർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ചെയർഫുൾ, ഹാപ്പി, ഗ്ലൂമി, തോട്ട്ഫുൾ. ഓക്കെ, ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഗ്ലൂമി. ഓക്കെ, ഡിസ്മൽ എന്നുള്ളതിൻ്റെ അർത്ഥം ഗ്ലൂമി അഥവാ അൺഹാപ്പി എന്നുള്ളതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. കൈൻഡ് ഹാർട്ടഡ്. ഓപ്ഷൻസിലേക്ക് നോക്കാം. ബൈഗാമി, ബെനവലൻറ്റ്, ബൈഫക്കേറ്റ്, ബൈലിംഗ്വൽ. See, the right answer here is actually option B, benevolent. Okay, kind hearted എന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനോട് സമാന അർത്ഥം വരുന്നത് ബെനവലൻ്റ് എന്നുള്ള വാക്കാണ്. ഇനി ഇവിടെയുള്ള മറ്റ് വാക്കുകൾ കൂടി ശ്രദ്ധിക്കുക. ബൈഗാമി, രണ്ട് എന്നുള്ളതിനെ കാണിക്കുന്നതിനുള്ള ഒരു കീവേഡാണ് ബൈ എന്നുള്ളത്, എപ്പോഴും ഓർത്തു വെക്കേണ്ടതാണ്. ഗാമോസ് മീൻസ് മാരേജ്. ഓക്കെ, സോ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാരീഡ് ടു 2 persons അറ്റ് എ ടൈം എന്നുള്ള അർത്ഥത്തിലാണ് ബൈഗാമി എന്ന് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, രണ്ട് വ്യക്തികളോട് ഒരേ സമയം റിലേഷൻഷിപ്പിലാവുക അല്ലെങ്കിൽ മാരീഡ് ആവുക, അതിനെയാണ് നമ്മൾ ബൈഗാമി എന്ന് പറയുക. ബൈഫക്കേറ്റ് മീൻസ് ഡിവൈഡ് ഇൻറ്റു 2, രണ്ടായി വിഭജിക്കുന്നതിനെയാണ് നമ്മൾ ബൈഫക്കേറ്റ് എന്ന് പറയുക. ഇനി ബൈലിംഗ്വൽ മീൻസ് അതായത് രണ്ട് ഭാഷകൾ ഒരേ സമയം ഉപയോഗിക്കുക അല്ലെങ്കിൽ രണ്ട് ഭാഷകൾ അറിയുക, അതിനെയാണ് നമ്മൾ ബൈലിംഗ്വൽ എന്ന് പറയുക. സോ ആ ബൈ എന്നുള്ള ആ ഒരു കീവേഡ് കാണുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. എനിവേ, കൈൻഡ് ഹാർട്ടഡ് എന്നുള്ളതിൻ്റെ അർത്ഥം ബെനവലൻ്റ് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എംബെസൽ, മിസ്അപ്രോപ്രിയേറ്റ്, ബാലൻസ്, റെമ്യൂണറേറ്റ്, ക്ലിയർ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ആക്ച്വലി ഓപ്ഷൻ എ, മിസ്അപ്രോപ്രിയേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം. അപഹരിക്കുക അല്ലെങ്കിൽ ഉദ്ദേശിക്കപ്പെടാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപയോഗിക്കുക, അതിനെയൊക്കെയാണ് നമ്മൾ മിസ്അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ എംബെസൽ എന്ന് പറയുക. ഓക്കെ, എനിവേ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ന്യായവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുക, അതിനെയാണ് നമ്മൾ എംബെസൽ എന്ന് പറയുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഷിവൽറി. ഓപ്ഷൻസിലേക്ക് നോക്കാം. cheerfulness, cruelty, honesty, heroism. And the right answer here is actually heroism. ഓപ്ഷൻ ഡി ആണ്. യഥാർത്ഥത്തിൽ എക്സാക്ട്ലി ഹീറോയിസം എന്നുള്ളതല്ല ഷിവൽറിയുടെ അർത്ഥം. അതായത് വി ക്യാൻ സേ ഗാലൻട്രി അല്ലെങ്കിൽ കേർട്ടസി ടുവേർഡ്സ് വിമൻ, സ്ത്രീകളോട് കാണിക്കുന്ന അത്തരത്തിലുള്ള ബഹുമാനം അല്ലെങ്കിൽ കേർട്ടസി, ഇതിനെയൊക്കെ നമ്മൾക്ക് ഷിവൽറി എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും അടുത്ത മീനിങ് വരുന്നത് ഹീറോയിസം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ ഹിയർ. Now let's move on to the next one. Comments. ഓപ്ഷൻസിലേക്ക് നോക്കാം. To end, to begin, to run, to tell. Very simple question. To begin, തുടങ്ങുക എന്നാണ് കമൻസ് എന്നുള്ളതിൻ്റെ അർത്ഥം. ക്ലാസ്സസ് ഒക്കെ കമൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡേറ്റിൽ തുടങ്ങുന്നു എന്ന രീതിയിലാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ ഹിയർ. Now let's see the next one. Valor. ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ കറേജ്, വാല്യൂ, വിസ്ഡം, വാലി. വാലർ എന്നുള്ളതിൻ്റെ അർത്ഥം കറേജ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ, പ്ലെസൻറ്റ്. പ്ലെസൻറ്റ് എന്നുള്ളതിന് സമാനമായ അർത്ഥം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം. ചെയർഫുൾ, ബ്യൂട്ടിഫുൾ, റൈവൽ, കളർഫുൾ എന്നൊക്കെ നൽകിയിരിക്കുന്നു. ഓഫ് കോഴ്സ് ചെയർഫുൾ എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആയിട്ട് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് വൺ ഹിയർ. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിയർ എന്നുള്ളതിന് സമാനാർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. പീപ്പ്, ഓപ്പൺ, ട്രൈ, ടേക്ക്. ഓക്കെ, റൈറ്റ് ആൻസർ ഇസ് ആക്ച്വലി ഓപ്ഷൻ എ, പീപ്പ് എന്നുള്ളതാണ്. ഓക്കെ, പിയർ എന്നുള്ളതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് നോക്കുക അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുക, അങ്ങനെയുള്ള അർത്ഥത്തിലൊക്കെ പിയർ ഉപയോഗിക്കാറുണ്ട്. ഇനി മറ്റൊന്ന്, എ പേഴ്സൺ ഹൂ ഈസ് ഈക്വൽ, അതായത് ഒരു ഗ്രൂപ്പിൽ ഒരു വ്യക്തിയോട് സമനായിട്ടുള്ള മറ്റൊരു വ്യക്തി എന്ന അർത്ഥത്തിലും പിയർ ഉപയോഗിക്കാറുണ്ട്. എനിവേ, ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മീനിങ്. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. നൗ ദ നെക്സ്റ്റ് വൺ, ചേഞ്ച്. ചേഞ്ച് എന്നുള്ളതിന് സമാനാർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. വെരി സിമ്പിൾ വൺ. സ്റ്റേ, കീപ്, ചാൻസ്, ആൾട്ടർ എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഓഫ് കോഴ്സ് ഓപ്ഷൻ ഡി, ആൾട്ടർ ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്നസെൻറ്റ്. ഓപ്ഷൻസിലേക്ക് നോക്കാം. ഇൻജീനിയസ്, ഇൻജീനസ്, ഇൻഗ്രാഷിയേറ്റ്, ഇൻഹെറൻറ്റ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇതൊരല്പം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒന്നാണ്. എനിവേ, ദ റൈറ്റ് ആൻസർ ഇസ് ആക്ച്വലി ഓപ്ഷൻ ബി, ഇൻജീനിയസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ ഇൻജീനിയസ് എന്നുള്ളതിൻ്റെ അർത്ഥം ക്ലെവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിർമ്മാണത്തിൽ കൗശലമുള്ള അല്ലെങ്കിൽ സാമർഥ്യമുള്ള എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ വിദഗ്ധമായ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഇൻജീനിയസ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇവ തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. ഇനി ഇൻഗ്രാഷിയേറ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം
ആരുടെയെങ്കിലും ഇഷ്ടം സമ്പാദിക്കുക. ഓക്കെ, അതായത് ഡെലിബറേറ്റ് ആയിട്ട് ഒരാളുടെ ഫേവർ നേടുക, അതിനെയാണ് നമ്മൾ ഇൻഗ്രാഷിയേറ്റ് എന്ന് പറയുക. ഓക്കെ, ഇനി ഇൻഹെറന്റ് എന്നുള്ളത് വളരെ സിമ്പിളാണ്. ജന്മസിദ്ധമായ അല്ലെങ്കിൽ സ്വാഭാവികമായ അല്ലെങ്കിൽ പാരമ്പര്യമായ ഇത്തരത്തിലുള്ള അർത്ഥമാണ് ഇൻഹെറന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിവേ ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ആക്ച്വലി ഓപ്ഷൻ ബി. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രിറ്റി, സെൽഫിഷ്നെസ്, സെൽഫ്ലെസ്നെസ്, ഹോണസ്റ്റി, ഡ്യൂറബിലിറ്റി. ഓഫ് കോഴ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ സി, ഹോണസ്റ്റി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. നൗ ദ നെക്സ്റ്റ് വൺ, കളക്ട്. ഓപ്ഷൻസിലേക്ക് നോക്കാം. ടേക്ക്, ഡിസ്ട്രിബ്യൂട്ട്, ഗിവ്, ഗ്യാദർ. ഗ്യാദർ എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ശേഖരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഗ്യാദർ എന്നുള്ളത്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം. ഇനി അടുത്ത ചോദ്യം നോക്കാം. സബ്സിഡി. ഓപ്ഷൻസ് നോക്കാം. ലോസ്, കോംപ്രിഹെൻഷൻ, അലവൻസ്, ബൗണ്ടി. ഓഫ് കോഴ്സ് ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ആക്ച്വലി അലവൻസ്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഒരു സഹായധനം അല്ലെങ്കിൽ ധനസഹായം എന്നൊക്കെ പറയുന്ന ഒന്നാണ് അലവൻസ് എന്നത്. ബൗണ്ടി എന്നുള്ളതിൻ്റെ അർത്ഥം പാരിതോഷികം എന്നാണ്. സോ അതുമായിട്ട് കൺഫ്യൂഷൻ വരരുത്. ഓപ്ഷൻ സി, അലവൻസ് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ, എമോളിമെന്റ്. വെരി സിമ്പിൾ വൺ. ഇവിടെ ഓപ്ഷൻസിൽ നിന്നും വളരെ ഈസി ആയിട്ട് ചൂസ് ചെയ്യാം. ഇറ്റ്സ് ആക്ച്വലി റെമ്യൂണറേഷൻ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രോക്സിമിറ്റി, പോപ്പുലാരിറ്റി, ഹോണസ്റ്റി, സോളംനിറ്റി, ദെൻ ക്ലോസ്നെസ് എന്നൊക്കെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ, ക്ലോസ്നെസ്. ഓക്കെ, നിയർനെസ് അല്ലെങ്കിൽ ക്ലോസ്നെസ് എന്നാണ് പ്രോക്സിമിറ്റി എന്നതിൻ്റെ അർത്ഥം. പ്രോക്സിമിറ്റി സെൻസർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓപ്ഷൻ ഡി, ക്ലോസ്നെസ് എന്നുള്ളതാണ് എനിവേ ഇവിടെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡിസ്ഗസ്റ്റ്. ഓപ്ഷൻസ് നോക്കാം. ഡിസ്കാർഡ്, ഡിസ്ലൈക്ക്, ഡിസ്ഗ്രേസ്, ഡിസ്പാരിറ്റി. ആൻഡ് ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ആക്ച്വലി ഡിസ്ലൈക്ക്. യഥാർത്ഥത്തിൽ ഡിസ്ലൈക്ക് എന്നതിൻ്റെ ഒരു ഗ്രാവിറ്റി കൂടിയ പദമാണ് ഡിസ്ഗസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ട്രോങ് ഡിസ്ലൈക്ക്, അതാണ് ഡിസ്ഗസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്കാർഡ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക എന്നാണ് അർത്ഥം. ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അവമതിപ്പ് അല്ലെങ്കിൽ മാനക്കേട് എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി ഡിസ്പാരിറ്റി മീൻസ് സമാനതയില്ലാത്ത അല്ലെങ്കിൽ അസാദൃശ്യം, ഇതിനെയൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഡിസ്പാരിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എനിവേ ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. നൗ ദ നെക്സ്റ്റ് വൺ, ക്യൂർ എന്നുള്ളതാണ്. ഓപ്ഷൻസിലേക്ക് നോക്കാം. ക്വയറ്റ്, സ്റ്റേൺ, സ്റ്റോർ, സ്ട്രേഞ്ച് എന്നൊക്കെ നൽകിയിരിക്കുന്നു. ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ആക്ച്വലി ഓപ്ഷൻ ഡി, സ്ട്രേഞ്ച്. സ്ട്രേഞ്ച് ആയിട്ടുള്ളത് എന്നാണ് ക്യൂർ എന്ന വാക്കിൻ്റെ അർത്ഥം. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് വൺ. നൗ ലെറ്റ്സ് സീ നെക്സ്റ്റ് വൺ, ഗൈൽ. ഓക്കെ, ഇനി ഓപ്ഷൻസ് നോക്കാം. ഡിസബിലിറ്റി, ഗ്രീഡി, അനോയ്, കണ്ണിങ്. ഗൈൽ എന്നുള്ളതിൻ്റെ അർത്ഥം കണ്ണിങ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യുവർ. ക്യുവർ എന്നതുമായി സമാനാർത്ഥം വരുന്ന പദമേത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ക്ലെവർ, പൊലൈറ്റ്, ഫാസ്റ്റ്, ഷിവർ. ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ആക്ച്വലി ഓപ്ഷൻ ഡി, ഷിവർ എന്നുള്ളതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഷെയ്ക്ക് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് സാധാരണഗതിയിൽ ക്യുവർ എന്ന് ഉപയോഗിക്കാറുള്ളത്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ, ഹേറ്റ്രെഡ്. ഹേറ്റ്രെഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിലേക്ക് നോക്കാം. കൺസേർട്ട്, കണ്ടംപ്റ്റ്, കോൺസെപ്റ്റ്, അക്സെപ്റ്റ് എന്നൊക്കെ നൽകിയിരിക്കുന്നു. വെരി സിമ്പിൾ വൺ, കണ്ടംപ്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ, ഡിസ്ഇൻട്രസ്റ്റഡ്. ഓക്കെ, ഇനി ഓപ്ഷൻസ് നോക്കാം. ഇംപാർഷ്യൽ, ഷോയിങ് നോ ഇൻട്രസ്റ്റ്, ലൂസ് ഇൻട്രസ്റ്റ് ഇൻ സംതിങ്, നൺ ഓഫ് ദി അബവ്. ഓക്കെ, ഇതൊരല്പം കൺഫ്യൂഷൻ വരാവുന്ന ഒന്നാണ്. എനിവേ ഡിസ്ഇൻട്രസ്റ്റഡ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇംപാർഷ്യൽ എന്നാണ്. ഓക്കെ, ഓപ്ഷൻ ബിയോ അല്ലെങ്കിൽ സിയുമായിട്ട് കൺഫ്യൂഷൻ വരരുത്. അതായത് സെൽഫ് ഇൻട്രസ്റ്റിൽ അഫക്റ്റ് ചെയ്യപ്പെടാത്ത എന്ന അർത്ഥത്തിലാണ് ഡിസ്ഇൻട്രസ്റ്റഡ് എന്ന് ഉപയോഗിക്കാറുള്ളത്, നിസ്വാർത്ഥമായ എന്ന അർത്ഥത്തിൽ. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ, ഡിസാസ്റ്റർ. മിസ്ഹാപ്പ്, വാർണിംഗ്, ഡെവസ്റ്റേഷൻ, ത്രെറ്റ് എന്നൊക്കെ നൽകിയിരിക്കുന്നു. ഓഫ് കോഴ്സ് മിസ്ഹാപ്പ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് വൺ. അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ദുർഭാഗ്യം എന്നൊക്കെ പറയുന്ന, കെടുതി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് മിസ്ഹാപ്പ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ മിസ്ഹാപ്പ് ആണ് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബാഫിൽഡ്, കോൺഫിഡൻറ്റ്, ബിഗ് ഫൈറ്റ്, കൺഫ്യൂസ്ഡ്, സർക്കാസ്റ്റിക് എന്നൊക്കെ നൽകിയിരിക്കുന്നു. ഓപ്ഷൻ സി, കൺഫ്യൂസ്ഡ് ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ, ഇല്ലെജിറ്റിമേറ്റ്. ഇനി ഓപ്ഷൻസ് നോക്കാം. unnatural, illegal, impertinent, irregular. Illegitimate means something which is illegal. Okay, നിയമവിരുദ്ധമായ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. നൗ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വൺ, ഓവർജോയ്ഡ്. ഓവർജോയ്ഡ് എന്നതിന് സമാനാർത്ഥം വരുന്ന പദമേത് എന്നുള്ളതാണ് ചോദ്യം. ഫെലിസിറ്റി, ഹാപ്പി, ജുബിലന്റ്, നൊവൈസ് എന്നൊക്കെ നൽകിയിരിക്കുന്നു. ഓപ്ഷൻ സി, ജുബിലന്റ് ഇസ് ദി റൈറ്റ് ആൻസർ ഹിയർ. ഹാപ്പിനെസ് എന്നുള്ളതിൻ്റെ ഒരു ഹയർ ഡിഗ്രിയാണ് യഥാർത്ഥത്തിൽ ഓവർജോയ്ഡ് അല്ലെങ്കിൽ ജുബിലന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. യെസ്, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എല്ലാ ചോദ്യങ്ങളും വളരെ അടുത്ത് PSC കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻസിൽ നിന്നും പിക്ക് ചെയ്തിട്ടുള്ളവയാണ്.
എല്ലാ ചോദ്യങ്ങളും അവയുടെ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. ഇതോടൊപ്പം ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ സാധിച്ചത് എന്നത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് PDFs ഇതെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ ഷെയർ ചെയ്യുക. സോ നിങ്ങൾ PSC പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ലഭ്യമാവും. പ്ലീസ് ഡു ജോയിൻ ദ ചാനൽ. സോ ലെക്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളുടെ സജഷൻസ് ഇതെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. തുടർന്നും നമ്മൾ ഇതേ രീതിയിലുള്ള ലെക്ചേഴ്സ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഇഫ് യു ആർ ന്യൂ ഹിയർ. സോ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.